ഗവൺമെൻറ് ITI മലമ്പുഴ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ബാബു EP, സീനിയർ ഇൻസ്ട്രക്ടർ, മെക്കാനിക് ട്രാക്ടർ ട്രേഡ്. ഇന്ന് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വാഹനങ്ങളിലെ, പ്രത്യേകിച്ച് ട്രാക്ടറിലെ വീലുകളും ടയറുകളും എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. വീൽസ് ആൻഡ് ടയേഴ്സ്. എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്ന യാന്ത്രികോർജം ഉപയോഗിച്ച് വാഹനത്തെ ചലിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗമാണ് വീലുകൾ. ഇതിനു പുറമെ വാഹനത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നതും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കുകളും കമ്പനങ്ങളും കുറച്ച് വാഹനത്തിന് ഒരു കുഷ്യനിങ് ഇഫക്റ്റ് പ്രദാനം ചെയ്യുന്നു. വീലുകൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന ആവശ്യകതകൾ നിശ്ചലാവസ്ഥയിലും ചലനാവസ്ഥയിലും വീലുകൾ സന്തുലിതമായിരിക്കണം. പരമാവധി ഭാരം കുറഞ്ഞിരിക്കണം. ഭാരത്തെ താങ്ങി നിർത്തുവാനുള്ള ദൃഢത ഉണ്ടായിരിക്കണം. വീലിനെ എളുപ്പത്തിൽ അഴിക്കുവാനും ഉറപ്പിക്കുവാനും കഴിയണം. ഷോക്കുകളും കമ്പനങ്ങളും അതിജീവിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഇവ ദീർഘകാലം പ്രവർത്തനക്ഷമം ആയിരിക്കണം. ഇവയാണ് വീലുകൾക്കുണ്ടായിരിക്കേണ്ട പ്രധാന ആവശ്യകതകൾ. ടൈപ്സ് ഓഫ് വീൽസ്. വീലുകളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഡിസ്ക് വീൽ, വയർ വീൽ, അലോയ് വീൽ എന്നിവയാണ്. ഒന്നാമത് പ്രസ്ഡ് ഡിസ്ക് വീൽ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സ്റ്റീൽ റിം, പ്രസ്ഡ് സ്റ്റീൽ ഡിസ്ക് എന്നിവ. ഡിസ്ക് റിമ്മിനോട് വെൽഡ് ചെയ്ത് ഉറപ്പിച്ചിരിക്കും. റിമ്മിൻ്റെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് ടയർ ഉറപ്പിക്കുന്നത്. ബോൾട്ടുകൾ ഉപയോഗിച്ചാണ് ഡിസ്കിനെ ബ്രേക്ക് ഡ്രമ്മിൽ ഉറപ്പിക്കുന്നത്. ഡ്രമ്മിനെ തണുപ്പിക്കുവാൻ ആവശ്യമായ തണുത്ത വായു സഞ്ചരിക്കുന്നതിന് വേണ്ടി ഡിസ്കിൻ്റെ ബാഹ്യ ചുറ്റളവിൽ റിമ്മിനോട് ചേർന്ന് ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും. ട്യൂബ് വാൽവ് പുറത്തെടുക്കുന്നതിന് ഒരു ചെറിയ ദ്വാരം റിമ്മിൽ ഉണ്ടായിരിക്കും. മറ്റൊന്നാണ് വയർ വീൽ. വയർ വീലിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ഹബ്ബ്, റിം, സ്പോക്കുകൾ എന്നിവ. വാഹനഭാരത്തെ താങ്ങി നിർത്തുന്നതും ഡ്രൈവിംഗ് ടോർക്കിനെയും കൈമാറ്റം ചെയ്യുന്നതും സൈഡ് ത്രസ്റ്റുകളെ ഉൾക്കൊള്ളുന്നതും സ്പോക്കുകളാണ്. നടുഭാഗത്തുള്ള ഹബിനെ സ്പോക്കുകൾ ഉപയോഗിച്ചാണ് റിമ്മിനോട് ബന്ധിപ്പിക്കുന്നത്. വയർ വീലിൻ്റെ ഗുണങ്ങൾ: ഇവ താരതമ്യേന ഭാരം കുറവാണ്, ബലം കൂടുതലാണ്, ബ്രേക്ക് ഡ്രമ്മിനെ നല്ലപോലെ തണുപ്പിക്കുന്നു, അഴിക്കുവാനും ഉറപ്പിക്കുവാനും എളുപ്പമാണ്. എന്നാൽ നിർമ്മാണ ചിലവ് കൂടുതലാണ്. ട്യൂബ്ലെസ് ടയർ ഉറപ്പിക്കുവാൻ ഇവ സാധ്യമല്ല എന്നിവയാണ് വയർ വീലുകളുടെ ഡിസഡ്വാൻറ്റേജായി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു തരമാണ് ലൈറ്റ് അലോയ് വീൽ. മറ്റുള്ളവയെ അപേക്ഷിച്ച് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിനാൽ ആധുനിക വാഹനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് അലോയ് വീലുകളാണ്. അലൂമിനിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലോഹ സങ്കരങ്ങളാണ് പ്രധാനമായും ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കാസ്റ്റ് വീലുകൾ കാറുകളിലും ഫോർജ്ഡ് വീലുകൾ ഹെവി വാഹനങ്ങളിലും ഉപയോഗിക്കുന്നു.
ഇവയുടെ ഗുണങ്ങൾ ഭാരം കുറവായതിനാൽ അൺസ്പ്രിംഗ് വെയിറ്റ് കുറയുന്നു. ബലവും തിളക്കവും കൂടുതലാണ്. വീതി കൂടിയ റിമ്മുകൾ ഉപയോഗിക്കുന്നതിനാൽ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. താപത്തെ നല്ലപോലെ ചാലനം ചെയ്യുന്നതിനാൽ കൂളിംഗ് എഫിഷ്യൻസി ഇത്തരം വീലുകൾക്ക് കൂടുതലാണ്. എന്നാൽ നിർമ്മാണ ചെലവ് ഇവയ്ക്ക് കൂടുതലുമാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് സ്പ്ലിറ്റ് വീലിൻ്റെ രേഖാചിത്രമാണ്. സ്പ്ലിറ്റ് വീൽ, ഇത്തരം വീലുകളിൽ 2 ഡിസ്കുകൾ ഒരുമിച്ച് ക്ലാമ്പ് ചെയ്ത് ഉറപ്പിക്കുന്നതാണ്. ഡിസ്കുകളിൽ കാണുന്ന ഫ്ലാഞ്ചിലാണ് ടയറും ട്യൂബും ഉറപ്പിക്കുന്നത്. റിമ്മിലാണ് ടയറും ട്യൂബും ഉറപ്പിക്കുന്നത്. ഫ്ലാറ്റ് ടൈപ്പ് റിം. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ റിം സെൻറ്റർ, റിം പ്രൊജക്ഷൻ, സ്പ്ലിറ്റ് ലോക്ക് റിംഗ് എന്നിവ. ഇതിൽ റിമ്മിൻ്റെ സെൻറ്റർ ഷേപ്പ് ഫ്ലാറ്റ് ആയിരിക്കും. റിമ്മിൻ്റെ ഒരു എഡ്ജിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. മറ്റേ അറ്റത്തായിട്ടായിരിക്കും ട്യൂബും ടയറും അഴിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനുമുള്ള സംവിധാനം. ഒരു പ്ലെയിൻ റിംഗ്, ഒരു സ്പ്ലിറ്റ് റിംഗ് എന്നിവയുടെ സഹായത്താലാണ് ടയറും ട്യൂബും റിമ്മിൽ ലോക്ക് ചെയ്യുന്നത്. ഈ സംവിധാനം ഉള്ളതിനാൽ ടയറുകളുടെ ബീഡിന് കേടുപാടുകൾ ഉണ്ടാകാതെ ടയറുകൾ അഴിക്കുവാനും ഉറപ്പിക്കുവാനും സാധിക്കുന്നു. വീലിൻ്റെ അളവുകൾ. വീലുകളുടെ അളവുകളിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്നു. വീലിൻ്റെ വീതി അഥവാ വിഡ്ത്ത്, ഇത് മില്ലിമീറ്ററിലോ ഇഞ്ചിലോ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരക്ഷരം അഥവാ ഇംഗ്ലീഷ് ലെറ്റർ, അത് റിം പ്രൊഫൈലിനെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തേത് റിമ്മിൻ്റെ വ്യാസം അഥവാ ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. 5.5 ഇഞ്ച് B13. ഇതിൽ 5.5 ഇഞ്ച് എന്നത് റിമ്മിൻ്റെ വീതിയെയും B എന്നത് റിം ടൈപ്പിനെയും 13 ഇഞ്ച് എന്നത് റിം വ്യാസത്തെയും സൂചിപ്പിക്കുന്നു. ടയറുകൾ. വീൽ റിമ്മിന് മുകളിലുള്ള ആവരണമാണ് ടയർ. ടയറും അതിനകത്തുള്ള വായു നിറച്ച ട്യൂബും അടങ്ങുന്ന അസംബ്ലിയാണ് വാഹനഭാരത്തെ താങ്ങി നിർത്തുന്നതും കുഷ്യനിങ് ഇഫക്റ്റ് പ്രദാനം ചെയ്യുന്നതിനും സഹായിക്കുന്നത്. ഇവയുടെ ഫങ്ഷൻ അഥവാ ധർമ്മങ്ങൾ: വാഹനഭാരത്തെ താങ്ങി നിർത്തുന്നു. റോഡ് ഷോക്കുകളിൽ വാഹനത്തിന് കുഷ്യനിങ് ഇഫക്റ്റ് പ്രദാനം ചെയ്യുന്നു. ഡ്രൈവിംഗ്, ബ്രേക്കിംഗ് ടോർക്കുകളെ റോഡിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. സുഖകരമായ ഡ്രൈവിങ്ങിന് ആവശ്യമായ കോർണറിംഗ് പവർ നൽകുന്നു എന്നിവയാണ് ടയറിൻ്റെ ധർമ്മങ്ങളായി കൊടുത്തിരിക്കുന്നത്. വിവിധ തരം ടയറുകൾ. ഒന്ന് ട്യൂബ് ടൈപ്പ്, മറ്റൊന്ന് ട്യൂബ്ലെസ് ടൈപ്പ്. എന്താണ് ട്യൂബ് ടൈപ്പ് എന്ന് നോക്കാം. സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ട്യൂബ്ഡ് ടയറിൻ്റെ നെടുകെയുള്ള ഛേദം ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് പ്ലൈസ് അഥവാ കാർക്കസ്, ത്രെഡ് എന്നിവ. ടയറിൽ അനുഭവപ്പെടുന്ന മിക്ക ഭാരങ്ങളെയും താങ്ങി നിർത്തുന്ന ടയറിൻ്റെ അസ്ഥികൂടം എന്ന് വിശേഷിപ്പിക്കുന്ന കാർക്കസ് അഥവാ പ്ലൈസ് നിർമ്മിച്ചിരിക്കുന്നത് റയോൺ നൂലുകൾ കൊണ്ട് പ്രത്യേക രീതിയിൽ നെയ്തെടുത്ത ഒന്നിലധികം പാളികൾ ചേർത്ത് വച്ചാണ്. പാളികൾ തമ്മിൽ
റബ്ബർ കോമ്പൗണ്ട് ഉപയോഗിച്ച് വേർതിരിച്ചിരിക്കും. റിമ്മിൽ നിന്നും ടയർ വഴുതി പോകുന്നത് തടയുന്നതിനാണ് 2 സ്റ്റീൽ വയറുകൾ പാളികളുമായി ബന്ധിപ്പിക്കുന്നത്. സ്റ്റീൽ വയർ ഉൾക്കൊള്ളുന്ന ടയറിൻ്റെ ഈ ഭാഗമാണ് ട്രെഡ്. ടയർ ഗ്രിപ്പ്, ടയർ നോയ്സ്, ടയർ തേയ്മാനം എന്നീ ഗുണങ്ങളെ ആശ്രയിച്ചാണ് ടയർ ട്രെഡ് ഡിസൈൻ ചെയ്യുന്നത്. ടയർ ബെഡിനും ട്രെഡിനും ഇടയ്ക്ക് കാർക്കസിനെ അഥവാ പ്ലൈസിനെ ആവരണം ചെയ്തിരിക്കുന്ന റബ്ബർ കൊണ്ടുള്ള ആവരണമാണ് സൈഡ് വാൾ. അകത്താണ് വായു നിറയ്ക്കുന്നതിനാവശ്യമായ ടയർ ട്യൂബിൻ്റെ സ്ഥാനം. ടയർ ഇൻഫ്ലാറ്റ് ചെയ്യുന്നതിനായി ഒരു വാൽവ് സ്റ്റെം ട്യൂബിനോട് ബന്ധിപ്പിച്ചിരിക്കും. മറ്റൊരു ടൈപ്പാണ് ട്യൂബ്ലെസ് ടയേഴ്സ്. വായു നിറയ്ക്കുന്നതിന് പ്രത്യേകമായി ട്യൂബ് ഉപയോഗിക്കാത്ത ടയർ ആണിത്. റിമ്മിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു നോൺ റിട്ടേൺ വാൽവിലൂടെ വായുവിനെ നേരിട്ട് ടയറിൽ നിറയ്ക്കുന്നു. ട്യൂബ്ഡ് ടയർ നിർമ്മാണ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ടയറിൻ്റെ ഉൾഭാഗത്ത് ചിത്രത്തിലേതുപോലെ ഒരു എയർ റീറ്റെയിനിങ് ലൈനർ ഉണ്ടായിരിക്കും. ഹലോജനേറ്റഡ് ബ്യൂട്ടൈൽ റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഈ ലൈനറിന് ഉയർന്ന താപത്തെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും ചെറുത്ത് നിർത്തുവാനുള്ള കഴിവുണ്ട്. ഇവയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ കുറഞ്ഞ ഭാരം, സാധാരണ ടയറിനേക്കാൾ ഭാരം കുറവായതിനാൽ അൺസ്പ്രിംഗ് വെയ്റ്റ് കുറയുന്നു, വീൽ ബൗൺസ് കുറയുന്നു, ഇന്ധനം ലാഭിക്കുന്നു. 2. ബെറ്റർ കൂളിംഗ്. ട്യൂബില്ലാത്തതിനാൽ മർദ്ദീകരിക്കപ്പെട്ട വായുവിൻ്റെ താപം നേരിട്ട് റിമ്മിലൂടെ അന്തരീക്ഷത്തിലേക്ക് വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ ടയർ ഓവർ ഹീറ്റാകുന്നില്ല. ടയറിൻ്റെ പ്രവർത്തന കാലയളവ് വർദ്ധിക്കുന്നു. 3. സാവധാനത്തിലുള്ള എയർ ലീക്കിംഗ്. ഇന്നർ ലൈനറിൽ ദ്വാരങ്ങൾ ഉണ്ടാകുമ്പോൾ ട്യൂബിലേതുപോലെ വികാസം പ്രാപിക്കാത്തതിനാൽ ഉൾഭാഗത്തുള്ള വായു സാവധാനത്തിൽ മാത്രമാണ് ലീക്കാകുന്നത്. ഇത് വാഹനത്തെ ഏതാനും കിലോമീറ്റർ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. ടയർ കൺസ്ട്രക്ഷൻ. കാർക്കസിൻ്റെ അഥവാ പ്ലൈസിൻ്റെ ഘടനയനുസരിച്ച് ടയറുകളെ 2ആയി തിരിച്ചിരിക്കുന്നു: റേഡിയൽ പ്ലൈ ടയർ ആൻഡ് ക്രോസ് പ്ലൈ ടയർ. റേഡിയൽ പ്ലൈ ടയർ. ഇതിൽ പ്ലൈ കോഡുകൾ ടയർ ആക്സിസിന് സമാന്തരമായി റേഡിയൽ ഡയറക്ഷനിലാണ് നെയ്തെടുക്കുന്നത്. ഇവയ്ക്ക് മുകളിൽ ചുറ്റളവിൻ്റെ ദിശയിൽ ബ്രേക്കർ സ്ട്രിപ്പുകൾ ക്രമീകരിച്ചെടുക്കുന്നു. ഈ സ്ട്രിപ്പുകൾ വായുമർദ്ദം കൂടുമ്പോൾ ടയറിൻ്റെ ആകൃതി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. മാത്രമല്ല ദിശാസ്ഥിരത പ്രദാനം ചെയ്യുന്നു. മറ്റൊരു ടൈപ്പാണ് ക്രോസ് പ്ലൈ ടൈപ്പ്. ഇതിൽ ടയർ കോഡുകൾ ടയറിൻ്റെ അക്ഷത്തിന് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ആംഗിളിലാണ് നെയ്തെടുക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പരസ്പരം സമ്പർക്കത്തിൽ വരാത്ത വിധം 2 പാളികളായിട്ടാണ് ഇവ നെയ്തെടുക്കുന്നത്. റേഡിയൽ ടയറിൻ്റെ ഗുണങ്ങൾ: റോഡ് ഷോക്കിനെ നല്ലപോലെ ആഗിരണം ചെയ്യുവാനുള്ള കഴിവുള്ളതിനാൽ ഉയർന്ന വേഗതയിൽ പോലും സുഗമമായ യാത്രാസുഖം പ്രദാനം ചെയ്യുന്നു. ടയർ ട്രെഡിനെ പരന്ന ആകൃതിയിൽ നിലനിർത്തുന്നതിനാൽ ടയറിന് റോഡിൽ നല്ല ഗ്രിപ്പ് ലഭിക്കുന്നു. ഇത് വാഹനത്തിൻ്റെ സ്കിഡിംഗ് പ്രവണത കുറയ്ക്കുന്നു. താഴ്ന്ന റോളിംഗ് റെസിസ്റ്റൻസും ഉയർന്ന കൂളിംഗ് റേറ്റും ഉള്ളതിനാൽ ഇന്ധനക്ഷമത നൽകുന്നു.
ടയർ ട്രെഡിൻ്റെ പ്രവർത്തന കാലയളവ് വർദ്ധിപ്പിക്കുന്നു. ദ്രാവക തന്മാത്രകളെ ട്രെഡിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള ശേഷി കൂടുതലായതിനാൽ നനഞ്ഞ റോഡിൽ പോലും ബ്രേക്കിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നു. ഇവയുടെ ദോഷങ്ങൾ: കുറഞ്ഞ വേഗതയിൽ സ്റ്റിയറിംഗ് ക്ലേശകരമാണ്. കുറഞ്ഞ വേഗതയിൽ യാത്രാസുഖം കുറയുന്നു. ഇവയുടെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. ടയർ കോഡുകൾ അല്ലെങ്കിൽ ടയർ സ്പെസിഫിക്കേഷൻ. റേഡിയൽ ടയറുകളെ അവയുടെ ആസ്പെക്ട് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിരിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. റേഡിയൽ ടയറിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ് നാം കാണുന്നത്. 145/70 R13. ഇതിൽ 145 mm ടയർ വിഡ്ത്തും 70 എന്നത് ടയറിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്നതിനെയും സൂചിപ്പിക്കുന്നു. ടയറിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത് എന്നിവ തമ്മിലുള്ള അനുപാതമാണ് ആസ്പെക്ട് റേഷ്യോ. R എന്നുള്ള ഡിജിറ്റ് റേഡിയൽ ടൈപ്പിനെ സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് 13 എന്നത് റിം ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്നു. ക്രോസ് പ്ലേറ്റ് ടയറിൻ്റെ ഡെസിഗ്നേഷൻ ആണ് നാം കാണുന്നത്. 3x14 എന്നത് 3 ഇഞ്ച് ടയർ വിഡ്ത്തും 14 ഇഞ്ച് റിം ഡയമീറ്റർ എന്നതിനെയും സൂചിപ്പിക്കുന്നു. മറ്റൊരു സ്പെസിഫിക്കേഷൻ 9x20 എന്നതാണ്. ഇതിൽ 9 ഇഞ്ച് ടയർ വിഡ്ത്തിനെയും 20 ഇഞ്ച് വീൽ റിം ഡയമീറ്ററിനെയും സൂചിപ്പിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് ക്രോസ് പ്ലേ ടയറും റേഡിയൽ പ്ലേ ടയറിൻ്റെയും രേഖാചിത്രമാണ്. ഫ്രണ്ട് ആൻഡ് റിയർ വീൽസ് ടയേഴ്സ്. ഇതിൽ ട്രാക്ടറുകളുടെ മുൻപിൻ ടയറുകൾ, ട്യൂബുകൾ, അവയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അവയുടെ പ്രത്യേകതകൾ എന്നിവയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ട്രാക്ടറിനെ താങ്ങി നിർത്തുന്നതും അഥവാ വാഹനത്തിൻ്റെ മുഴുഭാരത്തെ വഹിക്കുന്നതും റോഡ് ഷോക്കുകളിൽ നിന്ന് കുഷ്യനിങ് ഇഫക്റ്റ് പ്രദാനം ചെയ്യുന്നതും ഡ്രൈവിംഗ്, ബ്രേക്കിംഗ് ടോർക്കുകളെ റോഡിലേക്ക് കൈമാറ്റം ചെയ്യുന്നതും ടയറുകളാണ്. പ്രത്യേകിച്ച് ട്രാക്ടറിൻ്റെ പിൻ ടയറുകൾ കൂടുതൽ ട്രാക്ഷൻ പ്രദാനം ചെയ്യുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി ടയറുകൾക്ക് താഴെ പറയുന്ന ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. 1. മണ്ണിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള പിടുത്തം. ഇത് ഉറച്ച ഗ്രിപ്പ് വാഹനത്തിന് നൽകുന്നു. ഫുൾ ലെങ്ത് ഗ്രിപ്പ്. 3. കൂടുതൽ ഗ്രിപ്പ് പ്രദാനം ചെയ്യുന്നതിനാൽ കൂടുതൽ പുള്ളിംഗ് പവർ ലഭിക്കുന്നു. മറ്റൊന്ന്, ദീർഘനാളുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു, കാരണം സാവധാനത്തിലുള്ള തേയ്മാനം മൂലം. കമ്പണൻസ് ഓഫ് ടയേഴ്സ്. ടയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ. 1. കേസിംഗ്. ഒരു ടയറിൻ്റെ ഏറ്റവും പുറം ഭാഗത്തെ സൂചിപ്പിക്കുന്നു. റബ്ബർ നിർമ്മിതമായ കോഡ് ഓർ ഫാബ്രിക് എന്നിവയുടെ പാളികളാൽ നിർമ്മിച്ചിട്ടുള്ള ഇവ ടയറിൻ്റെ കേസിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുകയും ഇൻഫ്ലേഷൻ പ്രഷർ, സപ്പോർട്ടിംഗ് ലോഡ് എന്നിവ പ്രതിനിധീകരിക്കുന്നു. ടയറുകൾക്ക് കുഷ്യനിങ് എഫക്റ്റ് പ്രദാനം ചെയ്യുന്നു. മറ്റൊരു കമ്പണൻ്റാണ് ട്രെഡ്. ട്രെഡ് എന്നത് ടയറിൻ്റെ പ്രധാന ഭാഗവും റോഡുമായും അല്ലെങ്കിൽ ഫീൽഡുമായും കോണ്ടാക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. ട്രെഡ് ടയറിൻ്റെ പ്രവർത്തന കാലയളവ് വർദ്ധിപ്പിക്കുന്നു. വിവിധ തരത്തിലുള്ള ട്രെഡുകൾ ട്രാക്ടറുകളിൽ വിവിധ ഫീൽഡ് കണ്ടീഷനുകൾ
അനുസരിച്ച് ഉപയോഗിക്കുന്നു. മറ്റൊന്നാണ് പ്ലൈസ്. ടയറിൽ അനുഭവപ്പെടുന്ന മിക്ക ഭാരങ്ങളെയും താങ്ങി നിർത്തുന്ന ടയറിൻ്റെ അസ്ഥികൂടം എന്ന് വിശേഷിപ്പിക്കുന്ന ഇവ നിർമ്മിച്ചിരിക്കുന്നത് റയോൺ നൂലുകൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ നെയ്തെടുത്ത ഒന്നിലധികം പാളികൾ ചേർത്ത് വച്ചാണ്. റബ്ബർ കോമ്പൗണ്ട് ഉപയോഗിച്ച് ഈ പാളികളെ തമ്മിൽ വേർതിരിക്കുന്നു. മറ്റൊരു ഭാഗമാണ് ബ്രേക്കേഴ്സ്. ടയർ ത്രെഡിന് അടിയിലായി കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ പ്ലൈസ് ആണിത്. ഇതാണ് പെട്ടെന്നുള്ള ഷോക്കുകളെ അബ്സോർബ് ചെയ്യുന്നത്. കുഷനിങ് എഫക്റ്റ് പ്രദാനം ചെയ്യുന്നതും ഇവയാണ്. മറ്റൊരു ഭാഗമാണ് സൈഡ് വാൾസ്. ടയർ ബെഡിനും ട്രെഡിനും ഇടയ്ക്ക് പ്ലൈസിനെ ആവരണം ചെയ്തിരിക്കുന്ന റബ്ബർ കൊണ്ടുള്ള ആവരണമാണ് സൈഡ് വാൾസ്. മറ്റൊരു ഭാഗമാണ് ബീഡ്സ്. റിമ്മിൽ നിന്നും ടയർ വഴുതി പോകുന്നത് തടയുന്നതിനാണ് 2 സ്റ്റീൽ വയറുകൾ പാളികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെയാണ് ബീഡ് എന്ന് പറയുന്നത്. ട്യൂബ് ആൻഡ് ഫ്ലാപ്പ്. ടയറിന് ആവശ്യമായ എയർ നിറയ്ക്കുന്നതിനാണ് ട്യൂബ് ഉപയോഗിക്കുന്നത്. ഫ്ലാപ്പ് ട്യൂബിനെ റിമ്മിൽ നിന്നും ട്രെഡിൽ നിന്നും ഉള്ള പരിക്കുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. മറ്റൊരു ഭാഗമാണ് ടയർ സ്പെസിഫിക്കേഷൻ. ഇതിൽ ഷോൾഡർ വിഡ്ത്ത്, ബീഡ് സർക്കിൾ ഡയമീറ്റർ, പ്ലൈ റേറ്റിംഗ് എന്നിവ ഉൾപ്പെടുന്നു. ഉദാഹരണം നോക്കാം. 9 ഇഞ്ച് ഇൻറ്റു 14 PR. ഇതിൽ 9 ഇഞ്ച് ഷോൾഡർ വിഡ്ത്തും 14 ഇഞ്ച് ബീഡ് സർക്കിൾ ഡയമീറ്ററും 14 PR പ്ലൈ റേറ്റിങ്ങിനെയും സൂചിപ്പിക്കുന്നു. മറ്റൊരു ഉദാഹരണം തന്നെ കൊടുത്തിരിക്കുന്നു. 12.6 ഇൻറ്റു 28 എന്നതിൽ 12.6 ടയർ ക്രോസ് സെക്ഷണൽ വിഡ്ത്തും 28 ഇഞ്ച് റിം ഡയമീറ്ററിനെയും സൂചിപ്പിക്കുന്നു. ടയർ ടെർമിനോളജീസ്. ആദ്യം നാം കാണുന്നു ബീഡ്. ബീഡ് എന്നത് ടയറിൻ്റെ അടിഭാഗവും ടയറും റിമ്മും ആയി ഫിറ്റ് ചെയ്യുന്ന ഇടവുമാണ്. ഇൻഫ്ലേഷൻ പ്രഷർ. ടയറിനകത്ത് നിറച്ചിരിക്കുന്ന എയറിൻ്റെ ഗേജ് പ്രഷറിനെ സൂചിപ്പിക്കുന്നു. ഓവർ ഇൻഫ്ലേഷൻ. നിർദ്ദിഷ്ട എയർ പ്രഷറിൽ കൂടുതൽ എയർ പ്രഷർ അടിച്ചാൽ അതിനെ ഓവർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ഇത് റോഡ് സർഫസിൽ ടയർ ത്രെഡിനെ പൂർണ്ണ കോണ്ടാക്റ്റിനെ കുറയ്ക്കുന്നു. ത്രെഡിൻ്റെ മധ്യഭാഗം മാത്രം റോഡ് സർഫസുമായി സമ്പർക്കത്തിൽ വരുന്നതിനാൽ ത്രെഡ് സെൻറ്റർ വേഗത്തിൽ തേയ്മാനം സംഭവിക്കുന്നു. അണ്ടർ ഇൻഫ്ലേഷൻ. നിഷ്കർഷിച്ചിട്ടുള്ള ടയർ പ്രഷറിൽ കുറവ് എയർ ഇൻഫ്ലേറ്റ് മൂലം ടയർ ത്രെഡിൻ്റെ 2 അരികുകൾ മാത്രം റോഡ് സർഫസുമായി കോണ്ടാക്റ്റ് ആകുന്നു. ഇത് ടയറിനെ ഓവർഹീറ്റ് ആക്കുകയും ടയർ ത്രെഡിൻ്റെ അരികുകൾ മധ്യഭാഗത്തെ അപേക്ഷിച്ച് കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു. പ്ലൈ റേറ്റിംഗ്. ഇത് ടയറിൻ്റെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല മാക്സിമം ലോഡ് കപ്പാസിറ്റിയെയും സൂചിപ്പിക്കുന്നു. റിം. ടയർ അസംബ്ലിയെ ടയർ, ട്യൂബ്, ഫ്ലാപ്പ് എന്നിവ ചേരുന്ന ടയർ അസംബ്ലിയെ ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് റിം എന്ന് വിളിക്കുന്നത്. റിം ഡയമീറ്റർ. ബീഡ് ടു ബീഡ് ഡിസ്റ്റൻസ് ഓർ വെർട്ടിക്കൽ പോർഷൻ ഓഫ് റിം ഫ്ലൈഞ്ച്. സെക്ഷൻ ഹൈറ്റ്. ഒരു പുതിയ ടയറിൻ്റെ റിം ഡയമീറ്ററിൽ നിന്നുള്ള ഉയരം. സെക്ഷൻ വിഡ്ത്ത്. വാൾ ടു വാൾ ഡിസ്റ്റൻസ് ആഫ്റ്റർ ഇൻഫ്ലേഷൻ ഓഫ് എ ന്യൂ ടയർ. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആസ്പെക്റ്റ് റേഷ്യോ. ടയർ സെക്ഷണൽ ഹൈറ്റും ടയർ സെക്ഷൻ വിഡ്ത്തും തമ്മിലുള്ള അനുപാതമാണ് ആസ്പെക്റ്റ് റേഷ്യോ. ആസ്പെക്റ്റ് റേഷ്യോ കുറയുമ്പോൾ
ടയറിൻ്റെ ഭാരം താങ്ങുവാനുള്ള ശേഷി വർദ്ധിക്കുന്നു, തേയ്മാനം കുറയുന്നു, കോർണറിംഗ് പവർ കൂടി സുഖപ്രദമായ സ്റ്റിയറിംഗ് സാധ്യമാക്കുന്നു എന്നതിനാൽ വെർട്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി കുറയുന്നതിനാൽ താഴ്ന്ന വേഗതയിൽ കുഷ്യനിങ് ഇഫക്റ്റ് കുറയുന്നു. ട്രാക്ടറുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബല്ലാസ്റ്റിംഗ് എന്നത്. ട്രാക്ടറുകളുടെ ട്രാക്റ്റീവ് പവർ വർദ്ധിപ്പിക്കുന്നതിനായി പിൻ ടയറുകളിൽ അഡീഷണൽ വെയിറ്റ് കൊടുക്കുന്നതിനെയാണ് ബല്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ശരിയായ രീതിയിലുള്ള ബല്ലാസ്റ്റിംഗ് ട്രാക്ടറിൻ്റെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കുന്നു. ട്രാക്ടറുകളുടെ ഫീൽഡ് വർക്കിങ്ങുകളിലെ പ്രധാന പ്രശ്നം എന്നത് വീൽ സ്ലിപ്പേജാണ്. പ്രത്യേകിച്ച് പ്ലോയിങ് വർക്കുകളിൽ വീൽ സ്ലിപ്പേജ് മൂലം വാഹനത്തിൻ്റെ പവർ ലോസ്, ഇന്ധനനഷ്ടം, ടയറുകളുടെ അമിത തേയ്മാനം, ഫീൽഡ് ഓപ്പറേഷനിൽ വരുന്ന താമസം എന്നിവ സംഭവിക്കുന്നു. ശരിയായ ബല്ലാസ്റ്റിംഗ് മൂലം ഇന്ധനനഷ്ടം 10% ടയർ തേയ്മാനം 40% കുറയുന്നു. മാത്രമല്ല ഡ്രോബാർ പവർ 30%, ഫീൽഡ് കപ്പാസിറ്റി 35% വർദ്ധിക്കുന്നതായി കാണുന്നു. ആയതിനാൽ ബല്ലാസ്റ്റിംഗ് കൊണ്ട് താഴെ പറയുന്നവ സാധ്യമാകുന്നു. 1. ടയർ സ്ലിപ്പേജ് കുറച്ച് ടയർ ലൈഫ് കൂട്ടുന്നു. ഡ്രോബാർ പുൾ വർദ്ധിക്കുന്നു. ടയറിൻ്റെ ട്രെഡ് തേയ്മാനം കുറയുന്നു. ഇന്ധന ഉപയോഗം കുറയുന്നു. വിവിധ തരത്തിലുള്ള ബല്ലാസ്റ്റിംഗ് രീതികൾ. 1. ബോൾട്ടിംഗ് കാസ്റ്റ് അയൺ വെയിറ്റ്. എക്സ്റ്റൻഷൻ ബോൾട്ടുകളുടെ സഹായത്താൽ കാസ്റ്റ് അയൺ വെയിറ്റുകൾ റിയർ വീൽ റിമ്മിൽ ഉറപ്പിക്കുന്നതാണ് ഈ രീതി. ആവശ്യമില്ലാത്തപ്പോൾ എളുപ്പം നീക്കം ചെയ്യാം എന്നതിനാൽ മറ്റ് ബല്ലാസ്റ്റിംഗ് രീതികളേക്കാൾ ഗുണകരമാണിത്. ഇത്തരം ബല്ലാസ്റ്റിംഗ് നടത്തുമ്പോൾ ടയറിൻ്റെ പ്ലേ റേറ്റിംഗ്, മാക്സിമം പ്രഷർ, ടയർ സൈസ്, മാക്സിമം ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്നിവ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില ട്രാക്ടറുകളിൽ ഫ്രണ്ട് ടയർ ബല്ലാസ്റ്റിങ്ങിനായി കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഡ്രോബാറിൽ ഹെവി ലോഡ് കൊടുക്കുമ്പോഴും ഹെവി എക്യുപ്മെൻറ്റ് വാഹനത്തിൻ്റെ പുറകിൽ ഘടിപ്പിക്കുമ്പോഴും ഹില്ലി ഏരിയകളിൽ ഫീൽഡ് വർക്ക് നടത്തുമ്പോഴും ട്രാക്ടറിൻ്റെ ഫ്രണ്ട് ലിഫ്റ്റിംഗ് ഒഴിവാക്കുന്നതിനായി ഫ്രണ്ട് ആക്സിൽ സെൻറ്ററിൽ കാസ്റ്റ് അയൺ വെയിറ്റ് ഘടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ബല്ലാസ്റ്റിംഗ് രീതിയാണ് വാട്ടർ ബല്ലാസ്റ്റിംഗ്, യൂസ് ഓഫ് ലിക്വിഡ് ഇൻ ദ ട്യൂബ്. വെള്ളം തണുത്തുറയാത്ത സാഹചര്യങ്ങളിൽ ശുദ്ധജലം ഇതിനായി ഉപയോഗിക്കാം. വെള്ളം ഐസാകുന്ന സാഹചര്യങ്ങളിൽ കാൽസ്യം ക്ലോറൈഡ് ഉപയോഗിച്ച് ആൻറ്റി ഫ്രീസ് സൊല്യൂഷൻ നിർമ്മിക്കുന്നു. ട്രാക്ടറിൻ്റെ പിൻ ടയറിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ 75% ശുദ്ധജലം ഇതിനായി ടയർ ട്യൂബിൽ നിറച്ച് ബല്ലാസ്റ്റിംഗ് നടത്താം. ഇതിനായി ട്രാക്ടർ ജാക്കപ്പ് ചെയ്ത് എയർ വാൽവ് റിമൂവ് ചെയ്ത് ട്യൂബിലെ എയർ നീക്കുക. വീൽ തിരിച്ച് വാൽവ് പൊസിഷൻ ക്ലോക്കിലെ 12 മണി സ്ഥാനത്ത് നിർത്തുക. എയർ വാൽവിൽ വാട്ടർ ഹോസ്, സ്പെഷ്യൽ അഡാപ്റ്റർ എന്നിവ ഘടിപ്പിക്കുക. ശുദ്ധജലം ട്യൂബിൽ നിറയുവാൻ അനുവദിക്കുക. വാൽവിലൂടെ വെള്ളം പുറത്തു വരുന്ന സമയം വരെ വെള്ളം നിറയ്ക്കുക. അഡാപ്റ്റർ, വാൽവ് എന്നിവ നീക്കി നോർമൽ വർക്കിംഗ് പ്രഷറിൽ നിറയ്ക്കുക. ഇങ്ങനെയാണ് ട്രാക്ടർ ട്യൂബുകളിൽ, റിയർ വീൽ ട്യൂബുകളിൽ വാട്ടർ ബല്ലാസ്റ്റിംഗ് നടത്തുന്നത്. മറ്റൊരു ഭാഗമാണ് ടയർ ഇൻഫ്ലേഷൻ. ടയറിൽ വായു നിറയ്ക്കുന്ന പ്രക്രിയയെ ഇൻഫ്ലാഷൻ എന്ന് പറയുന്നു. എയർ പുറത്ത് കളയുന്നതിനെ ഡിഫ്ലാഷൻ എന്നും പറയുന്നു.
നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്ന മർദ്ദത്തിലാണ് വായു നിറയ്ക്കേണ്ടത്. ഇതിനേക്കാൾ കൂടിയ മർദ്ദത്തിൽ വായു നിറയ്ക്കുന്നതിനെ ഓവർ ഇൻഫ്ലേഷൻ എന്നും കുറഞ്ഞ മർദ്ദത്തിൽ നിറയ്ക്കുന്നതിനെ അണ്ടർ ഇൻഫ്ലേഷൻ എന്നും പറയുന്നു. ഓവർ ഇൻഫ്ലേഷൻ്റെ ദോഷങ്ങൾ: ടയറിൻ്റെ വശങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു, പ്ലൈ കാർഡുകളെ വേർതിരിക്കുന്നു, ത്രെഡ്, സൈഡ് വാൾ, പ്ലൈസ് എന്നിവയിൽ വിള്ളൽ ഉണ്ടാകുവാനുള്ള പ്രവണത കൂടുന്നു എന്നിവയാണ് ഓവർ ഇൻഫ്ലേഷൻ്റെ ദോഷങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ടയർ സ്റ്റോറേജ്, ടയർ സൂക്ഷിക്കൽ. ടയർ സൂക്ഷിക്കുന്ന സ്ഥലം വൃത്തിയായിരിക്കണം. ഓയിൽ, ഗ്രീസ്, ഡീസൽ എന്നീ ലിക്വിഡ് മുക്തമായിരിക്കണം ടയർ സൂക്ഷിക്കുന്ന സ്ഥലം. 2. ടയറുകൾ വെർട്ടിക്കലായി തറയിൽ സൂക്ഷിക്കണം. ടയറുകൾ അവയുടെ ട്രെഡിൽ ഉയർന്നു നിൽക്കത്തക്ക വിധം ടയർ സൂക്ഷിക്കണം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, ഗ്യാസ് ഹീറ്റേഴ്സ് എന്നിവയുടെ അടുത്ത് ടയറുകൾ സൂക്ഷിക്കരുത്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലങ്ങളിൽ ടയർ സൂക്ഷിക്കരുത്. വാഹനത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ടയർ റൊട്ടേഷൻ. ഒരു വാഹനത്തിലെ ഒരു 4 ചക്ര വാഹനത്തിലെ ടയർ റൊട്ടേഷൻ്റെ രേഖാചിത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് ടയർ റൊട്ടേഷൻ എന്ന് നോക്കാം. ഒരു വാഹനത്തിലെ എല്ലാ ടയറുകളുടെയും തേയ്മാനം ഒരേ രീതിയിൽ ആക്കുന്നതിനായി വാഹനത്തിലെ വീലുകൾ പരസ്പരം മാറ്റുന്ന രീതിയെയാണ് ടയർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു വാഹനത്തിലെ മുൻ വീലുകൾ പിൻ വീലുകളെ അപേക്ഷിച്ച് നേരത്തെ തേഞ്ഞു തീരുന്നു. നിർമ്മാതാവ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പാറ്റേൺ അനുസരിച്ച് നിർദ്ദിഷ്ട കിലോമീറ്റർ ഇടവേളകളിൽ ടയറുകൾ റീ അറേഞ്ച് ചെയ്യുന്ന രീതി ആണിത്. ടയർ പ്രോപ്പർട്ടീസ്. 1. നോൺ സ്കിഡിങ്. ടയറിൻ്റെ ഗുണങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോൺ സ്കിഡിങ്: റോഡിൻ്റെ ഉപരിതലത്തിലൂടെ തെന്നി നീങ്ങുവാനുള്ള ടയറിൻ്റെ പ്രവണതയെ എതിർക്കുന്ന ഗുണമാണിത്. നനവുള്ള റോഡിൽ ഇത് വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ രീതിയിലാണ് ടയറിൻ്റെ ട്രെഡ് നിർമ്മിച്ചിരിക്കുന്നത്. 2. യൂണിഫോം വിയർ. നോൺ സ്കിഡിങ് ഗുണം നിലനിർത്തുന്നതിന് ടയർ ട്രെഡിൻ്റെ തേയ്മാനം ഒരുപോലെ ആയിരിക്കണം. ഇത് സാധ്യമാക്കുന്നതിനാണ് ടയർ ട്രെഡ് റിബ്ഡ് പാറ്റേണിൽ നിർമ്മിക്കുന്നത്. 3. ലോഡ് ക്യാരിയിങ്. ഭാരം വഹിക്കുവാനുള്ള കഴിവ്. വീൽ തിരിയുമ്പോൾ പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ ടയറിൽ അനുഭവപ്പെടുന്നു. ഈ സ്ട്രെസ്സിനെ നല്ല രീതിയിൽ ചെറുത്തു നിൽക്കുവാനുള്ള കഴിവ് ടയർ മെറ്റീരിയലിന് ഉണ്ടായിരിക്കണം. 4. കുഷ്യനിങ്. ഉയർന്ന ആവൃത്തിയിലുള്ള കമ്പനങ്ങളെ ആഗിരണം ചെയ്ത് വാഹനത്തിന് കുഷ്യനിങ് ഇഫക്റ്റ് പ്രദാനം ചെയ്യുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. 5. പറഞ്ഞിരിക്കുന്നു പവർ കൺസപ്ഷൻ. ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയ്ക്കുള്ള ഘർഷണം, ടയറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നിവ മൂലം എൻജിൻ പവറിൻ്റെ ഒരു ഭാഗം താപോർജ്ജമായി നഷ്ടപ്പെടുന്നു. ഊർജ്ജത്തെ ആഗിരണം ചെയ്യുവാനുള്ള ടയറിൻ്റെ ഈ കഴിവ് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പ്രകൃതിദത്തമായ റബ്ബർ കൊണ്ടാണ് മിക്ക ടയറുകളും നിർമ്മിച്ചിരിക്കുന്നത്. 6. ഗുണമാണ് നോയ്സ്. ടയർ ശബ്ദം. വാഹനം സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വിവിധതരം സ്ട്രെസ്സുകളുടെ ഫലമായി ഉണ്ടാകാനിടയുള്ള ശബ്ദങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിവുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ടയറുകൾ നിർമ്മിക്കുന്നത്. അവസാനമായി കാണുന്നു ബാലൻസിങ്. വാഹനത്തിൻ്റെ കറങ്ങുന്ന ഭാഗമായ ടയറുകൾ ചലനാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലും സന്തുലിതമായിരിക്കണം. അസന്തുലിതമായ ടയർ വീൽ ട്രാമ്പിനും വീൽ ഒബിളിനും കാരണമാകുന്നു. ട്രാക്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ട്രാക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്. ചരിവുള്ള സ്ഥലങ്ങളിൽ ട്രാക്ടറിൻ്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നിരനിരയായുള്ള കൃഷിരീതികൾ അവയ്ക്ക് ആവശ്യമായും ട്രാക്ടറിൻ്റെ മുൻ പിൻ വീലുകൾ അവയുടെ സ്പേസ് ക്രമീകരിക്കുന്നതിനെയാണ് ട്രാക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഓരോ വാഹന നിർമ്മാതാക്കളും അവരുടെ ട്രാക്ടറുകളുടെ ആക്സിൽ, വീൽ അറേഞ്ച്മെൻറ്റ് എന്നിവയുടെ രീതി അനുസരിച്ച് ഈ രീതികൾ വ്യത്യസ്തമായിരിക്കും. തദ്ദേശ നിർമ്മിത ട്രാക്ടറുകളിൽ വീൽ, റിം എന്നിവയുടെ ഇൻ്റർചേഞ്ചിലൂടെ റിയർ വീൽ ട്രാക്ക് വ്യത്യസ്തപ്പെടുത്തുവാൻ സാധിക്കും. സാധാരണ രീതിയിൽ റിയർ വീൽ ട്രാക്ക് വിഡ്ത്ത് 8 രീതിയിൽ വ്യത്യസ്തപ്പെടുത്തുവാൻ കഴിയുന്നു. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രേഖാചിത്രം ശ്രദ്ധിച്ച് 8 രീതിയിൽ എപ്രകാരമാണ് ട്രാക്ടറിൻ്റെ ട്രാക്ക് വിഡ്ത്ത് വ്യത്യസ്തപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിച്ചത് ടയേഴ്സ് ആൻഡ് വീൽസ് എന്ന ഭാഗമാണ്. വാഹനങ്ങളിലെ വീലുകളും ടയറുകളെയും കുറിച്ചാണ് ഇന്ന് നാം പഠിച്ചത്. വീൽ എന്താണ്, അവയുടെ ടൈപ്സ്, ടയർ അവയുടെ ടൈപ്സ്, കൺസ്ട്രക്ഷൻ, ട്രാക്ടറിൻ്റെ ഫ്രണ്ട് ആൻഡ് റിയർ വീൽ ടയേഴ്സ്, ടയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ആസ്പെക്റ്റ് റേഷ്യോ, ട്രാക്ടറുകളിൽ വീൽ ബല്ലാസ്റ്റിംഗ് എത്ര തരത്തിലുണ്ട്, എങ്ങനെയാണ് അത് നടത്തുന്നത്, ട്രാക്ടറിൻ്റെ വീൽ ട്രാക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എപ്രകാരമാണ്, എന്തിനു വേണ്ടിയാണ്, എപ്രകാരമാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഭാഗങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. മെക്കാനിക് ട്രാക്ടർ ട്രേഡ് തിയറി ടെക്സ്റ്റിലെ ഈ ഭാഗങ്ങളുമായി വായിച്ച് ഈ വീൽസ് ആൻഡ് ടയേഴ്സ് എന്ന ടോപ്പിക്കിലെ നോട്ട് തയ്യാറാക്കേണ്ടതാണ്. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു.